കൊച്ചു യാത്രക്കാർ അങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. ആ കൊച്ചു സ്ത്രീയും 3 പേരാ. ഹസ്ബൻഡിന് വലിയ കുഴപ്പമില്ല. 2 എയർ ബാഗ് ഉണ്ട്. നേരത്തെ ഒരുപാട് വേറെ വണ്ടിനൊക്കെ ഇടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഈ വണ്ടിയുള്ള ആൾക്കാർക്ക് ഒരു പരിക്കൊന്നുമില്ല. ഒരാളുള്ളൂ. ജിംനി റോങ് ആയിട്ട് വന്നാണ് പ്രശ്നമായത്. പക്ഷേ അതിൽ കുഞ്ഞും ആ സ്ത്രീയുമാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ളത്. കാരണം വണ്ടി നമ്മൾ പൊളിച്ചിട്ട് അവരെടുത്തിട്ട് ഡോർ പൊളിച്ചിട്ട്. കോഴിക്കോട് അരയടുത്ത് പാലത്തിന് മുകളിൽ വെച്ച് ഒരു വലിയ അപകടം നടന്നിരിക്കുകയാണ്. ഒരു ജിംനി ജീപ്പും അതോടൊപ്പം തന്നെ ഒരു സ്വിഫ്റ്റും തമ്മിൽ ഇടിച്ച് ഗുരുതരമായ അവസ്ഥയിൽ അതിൽ പരിക്കേറ്റ ആൾക്കാർ, ചെറിയ കുട്ടികൾക്കടക്കം പരിക്കേറ്റിരിക്കുകയാണ്. ഈ സംഭവം കണ്ട ആൾക്കാർ നമ്മുടെ ഒപ്പം ഉണ്ട്. എന്താണ് സംഭവിച്ചത്? ഓൾറെഡി അവിടുന്ന് വണ്ടി റോങ് സൈഡിലേക്ക് വരുന്നുണ്ടായത്. വണ്ടി ജിമിനി അച്ഛൻ വണ്ടി ഓടിക്കുമ്പോൾ അച്ഛൻ റോങ് ആയിട്ട് കയറി ഞങ്ങൾ ബ്രേക്ക് പിടിച്ച് വന്നു. ഞങ്ങൾ അവിടെ ഇത്ര ഡിസ്റ്റൻസ് ആണ് ഇവർ സ്പീഡിൽ വന്നിട്ട് ഈ വണ്ടിയിൽ ഇടിച്ചിട്ട് ആ വണ്ടി തെറിച്ചു പോയത്. കോഴിക്കോട് നിന്ന് കൂടി വരിക. ട്രാക്കിലുള്ള വണ്ടി ഈ വണ്ടി ഈ ട്രാക്കിൽ തന്നെ വന്ന് ഇടിച്ചിട്ട് തെറിക്കുക ചെയ്തത്. ജിമ്മിയാണ് ഈ മറ്റേ ട്രാക്കിലേക്ക് റോങ് സൈഡ് വന്നത്. ശരിക്കും ജിമ്മി വരേണ്ടത് റൈറ്റ് സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ് വരേണ്ടത്. ഇവരെ സൈഡിലോട്ട് വന്നിട്ട് ഇടിച്ചിട്ട് ഈ വണ്ടി സ്വിഫ്റ്റ് നേരെ അതിന് മുകളിലോട്ടാണ് കയറിയത്. ചെറിയ കൊച്ചു യാത്രക്കാർ അങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. ആ കൊച്ചു സ്ത്രീയും 3 പേരാ. ഹസ്ബൻഡിന് വലിയ കുഴപ്പമില്ല. 2 എയർ ബാഗ് ഉണ്ട്. നേരത്തെ ഒരുപാട് വേറെ വണ്ടിനൊക്കെ ഇടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഈ വണ്ടിയുള്ള ആൾക്കാർക്ക് ഒരു പരിക്കൊന്നുമില്ല. ഒരാളുള്ളൂ. ജിംനി റോങ് ആയിട്ട് വന്നാണ് പ്രശ്നമായത്. പക്ഷേ അതിൽ കുഞ്ഞും ആ സ്ത്രീയുമാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ളത്. കാരണം വണ്ടി നമ്മൾ പൊളിച്ചിട്ട് അവരെടുത്തിട്ട് ഡോർ പൊളിച്ചിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. ബേബിയിലാണ്. നമുക്ക് ഈ വാഹനം നമുക്ക് കാണാം. നോക്കി ഈ സ്വിഫ്റ്റിലാണ് കാര്യമായ പരിക്കുണ്ടായിരിക്കുന്നത്. അതായത് ഇത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരികയായിരുന്നു. ഇത് ശരിയായ ദിശയിൽ വരികയായിരുന്നു. പക്ഷേ ആ വണ്ടി ഇടിച്ച് ഇതര ദിശയിലേക്ക് വണ്ടി മാറ്റുകയാണ് ചെയ്തത്. ഇതിനകത്ത് ഒരു അമ്മയും അച്ഛനും ഒരു ചെറിയ കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നത്. ആ കുട്ടിക്ക് നല്ല എയർ ബാഗ് ഓൺ ആയിട്ടുണ്ട്. അതേസമയം കുട്ടിക്ക് സാമാന്യം നല്ല പരിക്കുണ്ടായിരുന്നു. വണ്ടി പൊളിച്ചാണ് ആ കുട്ടിയെ പൊളിച്ചാണ് ഇപ്പോൾ കുട്ടിയെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ പുറത്തെടുത്ത് കോഴിക്കോട് ബേബി ആശുപത്രിയിലേക്ക്, തൊട്ടടുത്തുള്ള ബേബി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. KL 55 AL 2396 എന്നുള്ളതാണ് കോഴിക്കോട് രജിസ്ട്രേഷൻ തന്നെയാണ്. KL 55 AL 2396 വണ്ടിയാണ് ഈ അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഈ ജിംനിയും KL 57 ആണ്. അതും കോഴിക്കോടുള്ള രജിസ്ട്രേഷൻ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KL 57 AB 1992 ആണ്. എന്തായാലും ഈ അപകടം 1-2 പേർ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്താ സംഭവിച്ചതെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്, വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. 2 യാത്രക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേസമയം ഈ സ്വിഫ്റ്റിൽ വന്ന യാത്രക്കാർ പ്രത്യേകിച്ച് കുട്ടിയുടെ കാര്യത്തിൽ വളരെ ഗുരുതരാവസ്ഥ എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ചെറിയൊരു ഗതാഗത തടസ്സമുണ്ട്. അത് വാഹനങ്ങളോട് മാറ്റേണ്ടി വരും. കാരണം അരയടുത്ത് പാലം നമുക്കറിയാം, അരയടുത്ത് കോഴിക്കോട് നിന്നും മാവൂരിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാലമാണ്. അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആ കുട്ടിയുടെ ആരോഗ്യാവസ്ഥയിലാണ് ഒരു വലിയ ആശങ്കയുള്ളത്. പോലീസ് എത്തി ബാക്കി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്.